ആരോട് ചോദിച്ചിട്ട് ഇതിനകത്ത് കയറിയത്? തന്നോട് ആരോട് ചോദിച്ചിട്ടോ? നിന്നോടാ ചോദിച്ചത്? നിങ്ങൾ പറഞ്ഞിട്ടാണ് അവൾ ഇതിനകത്ത് വീണ്ടും കയറിയത്? അല്ല. പിന്നെ ആരോട് ചോദിച്ചിട്ടാ അവൾ ഇവിടെ വന്നത്? ആരോട് ചോദിച്ചിട്ടാ ഇവിടെ വന്നതെന്ന്? ആരോടും ചോദിച്ചില്ല. ആരോടും ചോദിച്ചില്ലെന്ന്. എന്തിനാ വീണ്ടും ഇതിനകത്തോട്ട് വലിച്ചു കയറിയേ? എന്തിനാ വലിയ കയറിയെന്ന്? വീട്ടിൽ പോവാൻ കാശില്ല. കാശില്ല. കാശില്ലെങ്കിൽ ഇങ്ങോട്ടാണ് കെട്ടിയെടുക്കണ്ടേ? ഇവിടെ ഒരു ജോലിക്കാരി ആവശ്യമുണ്ടെന്ന് കേട്ടു, അതുകൊണ്ട്. ഇവിടെ ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. ഉണ്ടെന്ന് കുട്ടികൾ പറഞ്ഞല്ലോ. സത്യം പറ, എന്താ നിന്റെ ഉദ്ദേശം? സത്യം പറഞ്ഞ വിശ്വസിക്കോ? ഞാൻ എന്റെ പഴയ ഒരു ഫ്രണ്ടിനെ തേടിയാ വന്നത്. ആളെ കണ്ടു, പക്ഷെ അയാൾ എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോവും. അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓ, ഈ കള്ളക്കഥയൊക്കെ ഞാൻ വിശ്വസിക്കണം അല്ലേ? ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. നിക്കടി അവിടെ. ചാച്ചാ, ഞങ്ങളാ പറഞ്ഞു ഇവിടെ ജോലിക്ക് ഞങ്ങളുടെ ചേച്ചിയെ നിന്നോളാൻ. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ചേച്ചി ഞങ്ങൾക്ക് ഇഷ്ട. ചേച്ചി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. പ്ലീസ് ചാച്ചാ. വേണ്ട വേണ്ട, ഓവർ സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ചേച്ചി ഒരു കുഴപ്പമുണ്ടാക്കൂലേ ചാച്ചാ? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ട് വലിഞ്ഞു കയറി വന്നാണെങ്കിലോ? എവിടെയാ നിന്റെ വീട്? പാലക്കാട്. പാലക്കാട് എവിടെ? കണ്ടകപ്പുറത്ത്. കണ്ടവന്റെ പുറത്ത്? കണ്ടവന്റെ പുറത്തല്ല, കണ്ടകപ്പുറത്ത്. ഓ, കല്യാണം കഴിഞ്ഞാണോ? എന്നെ കണ്ട അങ്ങനെ തോന്നുവോ? പിന്നെ എങ്ങനെ ഇവിടെ നിർത്തുന്നേ? ഞങ്ങളൊന്നും കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, അതൊന്നും ചെയ്യാവില്ല. ശരിയാവും ചാച്ചാ. ചാച്ച എന്ന് ഓഫീസിൽ പോകാൻ ലേറ്റ് ആണോ ഞങ്ങളെ കാര്യം നോക്കണണ്ടല്ലേ? ചേച്ചി ഇവിടെ നിർത്തിയ ചേച്ചി ഞങ്ങളെ നോക്കിക്കൊള്ളുമല്ലോ. ചാച്ചന് ഞങ്ങളോട് ഒരു സ്നേഹമില്ല. വെറുതെ പറയാ ഞങ്ങൾക്ക് വേണ്ടിയാ ജയിക്കുന്നെന്ന്. അല്ലെങ്കിൽ പിന്നെ നമ്മള് പറഞ്ഞിട്ട് കേൾക്കാതിരിക്കോ? നീ പറഞ്ഞതെല്ലാം ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട. അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോണം. ഒരാഴ്ച ഞാൻ നോക്കും.